തിരുവനന്തപുരത്തിന്റെ സാരഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ 50 BJP പോരാളികൾ ഡൽഹിയിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് പോക്ക്. ഭാരത ചരിത്രത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരം. എന്തുകൊണ്ടാണ് മോദി തിരുവനന്തപുരത്തെ ഇത്രയധികം പ്രാധാന്യത്തോടെ കാണുന്നത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനും ഇടതു മുന്നണിക്കുമൊക്കെ ഈ വിജയത്തിന് മുന്നിൽ ഇങ്ങനെ വിറച്ചു നിൽക്കാൻ തോന്നുന്നത്? വികസനത്തിന്റെ മോദി മാജിക് കേരളത്തിന്റെ തലസ്ഥാനത്ത് എങ്ങനെ നടപ്പിലാക്കാൻ പോകുന്നു? കേരള സർക്കാരിന്റെ അഴിമതി ഭരണത്തിന് എങ്ങനെയാണ് വി രാജേഷ് തടയിടാൻ പോകുന്നത്? പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയപ്പോൾ പ്രോട്ടോകോളിന്റെ പേര് പറഞ്ഞ് മേയറെ മാറ്റി നിർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ രാജേഷിനെ അവഗണിക്കാൻ നോക്കിയവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഒരുങ്ങുന്നത്. നരേന്ദ്രമോദി നേരിട്ടയച്ച അഭിനന്ദന കത്തുകൾ രാജേഷിന്റെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെയും പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. രാജേഷ് വിഭാവനം ചെയ്യുന്ന തിരുവനന്തപുരം വികസന രേഖ കേരളത്തിന് തന്നെ ഒരു മാതൃകയുമാണ്. കേന്ദ്രത്തിന്റെ ഓരോ പദ്ധതിയും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പ്രത്യേക സെല്ലുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി ഇടനിലക്കാരില്ല, കമ്മീഷൻ അടിക്കലുമില്ല, വികസനം നേരിട്ട് ജനങ്ങളിലേക്കാണ്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിന്റെ അവസ്ഥ ഇന്ന് ദയനീയമാണ്. കടക്കെണിയിൽ മുങ്ങിയ സംസ്ഥാനം, നിത്യച്ചെലവിന് പോലും പണമില്ലാതെ വിലയുന്ന ഒരു സർക്കാർ, ശബരിമല സ്വർണം കൊള്ളയടിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ മോഷ്ടിക്കൽ വേറെയും. പ്രധാനമന്ത്രി ആവാസ് യോജന മുതൽ അമൃത് പദ്ധതി വരെ സ്വന്തം പേരിൽ മാറ്റിയെഴുതി ജനങ്ങളെ പറ്റിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു. യുവാക്കൾ തെരുവിൽ തൊഴിലിന് വേണ്ടി അലയുമ്പോൾ പാർട്ടി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലി നൽകുന്ന വിദ്യയാണ് ഇടതുപക്ഷം നടപ്പിലാക്കുന്നത്. കോർപ്പറേഷനിലെ കത്ത് വിവാദമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. പിന്നെ സാധാരണക്കാരന്റെ മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ വികസനം മാത്രം ഒരിടത്തും എത്തുന്നില്ല. ഈ ഒരു വിരുദ്ധ വികാരമാണ് തിരുവനന്തപുരത്ത് പ്രതിഫലിച്ചത്. അതിനി കേരളം ഒട്ടൊക്കെ പ്രതിഫലിക്കാൻ പോവുകയാണ്. പിണറായി വിജയന്റെ ഡബിൾ ചങ്ക് പൊളിഞ്ഞു വീണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തോട്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ദക്ഷിണ ഭാരതത്തിന്റെ ഗേറ്റ് വേ ആയി തിരുവനന്തപുരത്തെ മാറ്റാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഫെബ്രുവരി 13-ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന വിരുന്ന് വെറും ഒരു ചായ സൽക്കാരമല്ല, മറിച്ച് തിരുവനന്തപുരത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന സുപ്രധാന ചർച്ചാ വേദിയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് ഹബ്ബായി മാറും. ഇതിന്റെ അനുബന്ധ വികസനങ്ങളൊക്കെ BJP ഭരണത്തിന് കീഴിൽ വേഗത്തിലായിരിക്കും. പിന്നൊന്ന് സ്മാർട്ട് സിറ്റി മിഷനാണ്. മുടങ്ങിക്കിടക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് കേന്ദ്രം നേരിട്ടാണ് ഫണ്ട് നൽകാൻ പോകുന്നത്. IT പാർക്കുകൾ വേറെയും. ടെക്നോ പാർക്കിന്റെ അടുത്ത ഘട്ട വികസനത്തിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആതിഥ്യം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കാൻ കേന്ദ്രം തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നു എന്നാണ്. ഫെബ്രുവരി 9-ന് കേരള എക്സ്പ്രസിൽ പുറപ്പെടുന്ന 50 അംഗ സംഘം ഭാരതത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. കേരളത്തിൽ BJPക്ക് ഭരണാധികാരമില്ല എന്ന വിരോധികളുടെ പരിഹാസത്തിന് ഇതോടെ അന്ത്യമായി. യാത്രയിലുടനീളം തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ BJP പ്രവർത്തകർ നൽകുന്ന സ്വീകരണം ഈ വിജയത്തിന് ലഭിക്കുന്ന ദേശീയ അംഗീകാരം കൂടിയാണ്. ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന വികസന രേഖ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രകടന പത്രിക കൂടിയായി മാറും. ദേശീയ സ്മാരകങ്ങൾ സന്ദർശിക്കുന്ന കൗൺസിലർമാർ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും കുറിച്ചുള്ള ബോധ്യം ഉൾക്കൊണ്ടാണ് മടങ്ങി വരിക. ഇത് കേരളത്തിലെ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികൾക്കെതിരെയുള്ള ഒരു സാംസ്കാരിക പോരാട്ടം കൂടിയാണ്. തിരുവനന്തപുരം എന്നും ഇടതുപക്ഷത്തിന്റെ അപ്രമാദിത്വം കണ്ട നഗരമായിരുന്നു. എന്നാൽ 40 വർഷത്തെ ആ ഒരു ഏകാധിപത്യം ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ്. എന്തുകൊണ്ട് ജനങ്ങൾ ഇടതന്നെ കൈവിട്ടു എന്ന് ചോദിച്ചാൽ പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഴിമതിയും വികസന മുരടിപ്പും എന്നും പറയാം. കേരള സർക്കാർ കൊട്ടിഘോഷിക്കുന്ന നമ്പർ 1 പദവി വെറും പൊള്ളയാണെന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി നഗരത്തിലെ റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുന്നു. മാലിന്യ സംസ്കരണം പാളി. സ്മാർട്ട് സിറ്റി പദ്ധതികൾ കടലാസിലൊതുങ്ങി. കേന്ദ്രം നൽകുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വി രാജേഷ് എന്ന കരുത്തനായ നേതാവ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇടതുപക്ഷം തങ്ങളുടെ കുത്തകയാണെന്ന് അഹങ്കരിച്ച വാർഡുകളിൽ പോലും താമര പൂത്തുലഞ്ഞു. BJP ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ 51 അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ചപ്പോൾ അത് പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായി. തിരുവനന്തപുരം കണ്ട ഏറ്റവും ഊർജ്ജസ്വലനായ മേയറായി വി രാജേഷ് മാറിക്കഴിഞ്ഞു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ നേതാവ്. BJPയുടെ സംഘടനാ കരുത്തും രാജേഷിന്റെ വ്യക്തിപ്രഭാവവും ഒത്തുചേർന്നപ്പോ ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾ ഒന്നൊന്നായി പാളിപ്പോയി. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 2047ഓടെ ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ കേരളം പിന്നിലായി പോകാൻ പാടില്ലല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ഒരു മാറ്റം കേരളത്തിലെ മറ്റ് നഗരങ്ങൾക്കും ഒരു മാതൃകയാണ്.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നിലനിൽക്കുന്ന നഗരം, ചരിത്ര പ്രസിദ്ധമായ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരം. തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം ചെറുതൊന്നുമല്ല. ഈ ഒരു നഗരത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ മോദി സർക്കാരിന്റെ പിന്തുണയുള്ള ഒരു BJP ഭരണസമിതിക്ക് മാത്രമേ സാധിക്കൂ. ആ തിരിച്ചറിവാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്നും നമ്മൾ കണ്ടത്. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയതുപോലെ ഇത് തിരുവനന്തപുരത്തെ ഒരു വിജയത്തിന്റെ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാണ്. തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങിയ ഒരു കാവ്യതരംഗം കേരളത്തിന്റെ മറ്റേ അറ്റം വരെ പടരുമെന്ന ഭീതിയിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഉള്ളത്. ജനങ്ങളെ വർഗീയത പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന കാലം കഴിഞ്ഞു. വികസനവും സുതാര്യമായ ഭരണവുമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് കേരളത്തിലെ യുവത ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതോടെ കേരളം മുഴുവൻ മോദി ഗ്യാരണ്ടിക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചത് ഒരു അത്ഭുതമല്ല, മറിച്ച് ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളും VV രാജേഷിന്റെ പോരാട്ട വീര്യവും ഒത്തുചേർന്നപ്പോൾ തിരുവനന്തപുരം മോചിപ്പിക്കപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ച ഈ ചരിത്ര വിജയം വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് ദശകങ്ങളായി അഴിമതിയിലും നിശ്ചലാവസ്ഥയിലും തളച്ചിടപ്പെട്ട ഒരു നഗരത്തിന്റെ വിമോചന പ്രഖ്യാപനമാണ്. 4 പതിറ്റാണ്ടിലേറെക്കാലം തലസ്ഥാന നഗരിയെ തങ്ങളുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി മാറ്റിയ ഇടതുപക്ഷത്തിന്റെ ധിക്കാരപരമായ ഭരണത്തിനേറ്റ കനത്ത പ്രഹരമാണിത്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടുത്തെ നിഷേധാത്മകമായ രാഷ്ട്രീയമാണ്. എന്നാൽ VV രാജേഷിന്റെ നേതൃത്വത്തിൽ BJP അധികാരമേറ്റതോടെ തിരുവനന്തപുരം നഗരം ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഔദ്യോഗികമായി കണ്ണു ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഈ ഭരണസമിതിയെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചത് യാദൃച്ഛികതയല്ല, മറിച്ച് മോദി ഗ്യാരണ്ടി എന്ന വികസന മാതൃക കേരളത്തിലും നടപ്പിലാക്കാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഓരോ പൈസയും അഴിമതിയില്ലാതെ ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ VV രാജേഷിനെ പോലെ അചഞ്ചലനായ ഒരു നേതാവിന് സാധിക്കും. കേരളത്തിലെ പിണറായി സർക്കാർ വികസന വിരോധത്തിന്റെ പര്യായമായി മാറുമ്പോൾ തിരുവനന്തപുരം ഇപ്പോൾ പ്രതീക്ഷയുടെ തുരുത്തായി മാറിയിരിക്കുന്നു. വൻകിട പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നതും കേന്ദ്ര ഫണ്ടുകൾ വകമാറ്റി ചിലവാക്കുന്നതും പതിവാക്കിയ ഒരു സംസ്ഥാന ഭരണകൂടത്തിന് ഇനി തലസ്ഥാന നഗരിയിൽ സാധിക്കില്ല. സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ വേഗത വർദ്ധിപ്പിക്കാനും വിഴിഞ്ഞം തുറമുഖത്തെ ലോകോത്തര ഹബ്ബാക്കി മാറ്റാനുമുള്ള ദൗത്യം ഇനി BJPയുടെ കൈകളിൽ സുരക്ഷിതമാണ്. VV രാജേഷ് എന്ന ദീർഘവീക്ഷണമുള്ള നഗര നേതാവ് വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് മാറ്റത്തിന് ദാഹിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ഓരോ അംഗീകാരവും കേരളത്തിലെ BJP പ്രവർത്തകരുടെ വിയർപ്പിനും പോരാട്ടത്തിനുമുള്ള പ്രതിഫലനമാണ്. തിരുവനന്തപുരത്തെ മോദി സർക്കാർ നെഞ്ചോട് ചേർക്കുന്നത് വഴി കേരളം ഭാരതത്തിന്റെ വികസന ഭൂപടത്തിൽ ഒരിടത്തും തഴയപ്പെടില്ല. ഈ വലിയ സന്ദേശമാണ് എല്ലാവരും നൽകുന്നത്. ഇടതുപക്ഷത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് തിരുവനന്തപുരം ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഈ മാറ്റം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയൊരു ദിശാസൂചകയാണ്. കേരളം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. വികസനത്തിന്റെ ഡൽഹി മോഡലല്ല, മറിച്ച് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന മോദി മോഡൽ വികസനം തിരുവനന്തപുരത്ത് പൂത്തൊലിയുമ്പോൾ അത് കാണാൻ വിമുഖത കാണിക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടുമെന്നതിൽ സംശയം വേണ്ട. കേരളത്തിന്റെ രാഷ്ട്രീയ ശുദ്ധീകരണത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി കഴിഞ്ഞു. ഈ ചൈതന്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. VV രാജേഷിന്റെയും സംഘത്തിന്റെയും ഓരോ ചുവടുവെപ്പും നവകേരള നിർമ്മിതിയിലേക്കുള്ള ഉറച്ച പാദമുദ്രകളാണ്. ഭാരതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനായി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു യാത്രയെക്കുറിച്ച് VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു മോദി സർക്കാരുമായിട്ടുള്ള ഈ ഒരു സൽക്കാരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.